ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പോകുന്നത് തെന്മലയിലെ അമ്പനാട് ഹിൽസിലോട്ടാണ്. അപ്പോൾ അത്യാവശ്യമല്ല, നല്ല മഴയൊക്കെ ചാറുന്നുണ്ട്. നല്ല മഞ്ഞ് കോടയൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അമ്പനാട് ഹിൽസിലെ കുറച്ച് ആരും കാണിക്കാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ഇന്ന് കാണിക്കാം. ഉള്ളിലോട്ട് പോയിട്ടുള്ള കുറച്ച് ഗ്രാമങ്ങളും കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്കിന്ന് കാണിക്കാം. അടിപൊളി കാഴ്ചയായിരിക്കും. ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. അമ്പനാട് ഹിൽസിലോട്ട് പോകുമ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെയാണ്. ഇപ്പോൾ കോടയൊക്കെ ഇറങ്ങി കിടക്കുകയാണ്, നല്ല മഞ്ഞൊക്കെ മൂടി. അത്യാവശ്യം ചാറ്റൽ മഴ എന്തായാലും മാറി. നമുക്കെന്തായാലും മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. നല്ല കോടയെല്ലാം ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണ്. നല്ല അടിപൊളി കാലാവസ്ഥയാണ്. സൈഡിലാണ്ട് വെള്ളത്തിൻ്റെ സൗണ്ട്. ചെറിയൊരു അരുവിയുണ്ട് കേട്ടോ. അവിടെ ഒരു ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട്. അടിപൊളി കാഴ്ചയാണ് കേട്ടോ. നമ്മൾ അമ്പനാട് പോകുന്ന വഴിയിലുള്ള മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ എല്ലാം ഈ പൈനാപ്പിൾ കൃഷികളൊക്കെയാണ്. സൈഡിലൊക്കെ പൈനാപ്പിൾ കൃഷി, റബ്ബറും തോട്ടങ്ങളും ഒക്കെയാണ്. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഫോറസ്റ്റ് ഏരിയയാണ്. എന്തായാലും നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതേ കണക്ക് പീലി വിടർത്തി നിൽക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. ലൈവായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അടിപൊളി. എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റെങ്കിലും ആയി ഞാൻ അവിടെ വന്നിട്ട്. അതേ കണക്ക് തന്നെ നിൽക്കുകയാണ്. അടിപൊളിയല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ അമ്പനാട് ഹിൽസിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലുള്ള മനോഹരമായ കാഴ്ചയാണ്. ഇപ്പം മഴയൊക്കെ അങ്ങ് മാറി കേട്ടോ. അത്യാവശ്യം മയിലിൻ്റെ സൗണ്ടാണത്. അത്യാവശ്യം നല്ല കോടയൊക്കെ ഇറങ്ങിയതുകൊണ്ട് അങ്ങ് കോടയെല്ലാം ഇറങ്ങി നല്ല പൊളി വൈബാണ്. വരുന്നെങ്കിൽ ഈ കാലാവസ്ഥയിൽ വന്നാൽ അടിപൊളിയായിരിക്കും. എന്തായാലും നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ അത് പീലിയൊക്കെ മടർത്തി വെച്ചിട്ടാ അത്. ചെറിയ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ബസ് സ്റ്റാൻഡ് കണക്ക് ഒക്കെ ഉണ്ട്. ഇവിടെ എൻ്റെ ബസ് സർവീസുള്ള റൂട്ടായത്. ഒരു ബസ് സ്റ്റാൻഡുണ്ട്, രാവിലെയും ഉണ്ട്. എനിക്ക് തോന്നുന്നു 5 മണിക്ക് തിരിച്ചു കൊണ്ടെന്ന് തോന്നുന്നു. 2 ട്രിപ്പിൻ്റെ ഉള്ളു ബസ്. വഴി കാണും കേട്ടോ. ഈ വഴി തന്നെ. ഇവിടെ മൊത്തം പൈനാപ്പിൾ കൃഷികളാണ് കേട്ടോ. പൈനാപ്പിൾ കൃഷിയും റബ്ബറും. അതിൻ്റെ ഇടയ്ക്ക് റബ്ബർ വെച്ച് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ എനിക്കിതൊന്നും തേയിലയുടെ ആണെന്ന് തോന്നുന്നു. എന്തോ അതോ പൈനാപ്പിളാണോ എന്ന് അറിയാൻ വയ്യ. അതൊക്കെ കൃഷി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് കുന്നിൻ്റെ മുകളിൽ. അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി കാഴ്ചയാണ്. നമുക്ക് പോകുന്ന വഴിയിലൊക്കെ ഇതേ കണക്ക് നല്ല മനോഹരമായ സ്ഥലങ്ങളാണ്. ഇവിടെ ഈ റബ്ബറും തോട്ടത്തിൻ്റെ ഇടയ്ക്ക് പൈനാപ്പിൾ കൃഷിയുടെ ഇടയ്ക്കാണ് ഈ റബ്ബറിൻ്റെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ കൃഷിയാണെന്ന് തോന്നുന്നു കേട്ടോ. പുതിയതായിട്ടുണ്ട് വെച്ച് പിടിപ്പിച്ചാണ്. അപ്പോൾ അവിടെ ഒരു മല, എന്തോ തേയിലത്തോട്ടം കണക്കൊക്കെ തോന്നുന്നു. അറിയാൻ വയ്യ, ഇനി പൈനാപ്പിളിൻ്റെ ആണോ എന്ന് അറിയാൻ വയ്യ. തേയില കണക്കാണ് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ എന്തായാലും എന്തായാലും നമുക്ക് പോകാം. എന്തായാലും മഴ മാറി കിട്ടി. ഇതൊരു ചെറിയ അരുവിയാണ് കേട്ടോ. അവിടെ നിന്ന് ഒരു ചെറിയ അരുവിയുണ്ട്. ഇതൊരു ചെറിയ പഴയ പാലമാണ്. ബ്രിട്ടീഷുകാരെ കാലത്താണ്ടുള്ള പാലമെന്ന് തോന്നുന്നു. തടി കൊണ്ടുള്ള പാലം. തടി, ഇരുമ്പ്, ആ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഒരു ചെറിയ ഗ്രാമമാണ് ഇവിടെ. ഈ തേയിലത്തോട്ടത്തിൽ ജോലിയൊക്കെ ചെയ്യുന്ന അവരുടെ വീടുകളാണിത്. ഇവിടെ എന്താണ്ട് തമിഴ്നാട് വൈബുള്ള ഒരു നല്ല അടിപൊളി ഒരു ക്ഷേത്രം കേട്ടോ. രസമുണ്ട് കാണാൻ. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ക്ഷേത്രം. ഇവിടെ എന്താണ്ട് ഇതേ കണക്കൊരു അരുവി ഒഴുകുന്നുണ്ട്. നല്ല രസമുണ്ട്, ഭംഗിയുണ്ട് കേട്ടോ. കുളിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല ഇരുട്ടായി കേട്ടോ. അടിപൊളി ഇരുട്ടായി. നല്ല അടിപൊളിയായിട്ട് ഇരുട്ടായി ഇവിടെ കേട്ടോ. ഇതെല്ലാം ഈ റബ്ബറും തോട്ടങ്ങളായി. 2 സൈഡിലും റബ്ബറും തോട്ടങ്ങളൊക്കെയാണ്. ഉള്ളിലോട്ടൊക്കെ ഫോറസ്റ്റ് തന്നെ. ഈ പുറമേ കാണുന്ന ഈ റോഡ് സൈഡിൽ മാത്രമേ ഉള്ളൂ റബ്ബറും തോട്ടം. അകത്തോട്ടൊക്കെ ഫോറസ്റ്റ് ഏരിയയൊക്കെ ആയിരുന്നു.
തേയിലപ്പാടങ്ങൾ കണ്ടു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളാണ്. ഇപ്പം നമ്മൾ മൂന്നാറൊക്കെ പോകുന്ന കണക്കുള്ള ഒരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അവിടെ എല്ലാം തേയിലത്തോട്ടങ്ങളാണ്. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. ഇതിൻ്റെ മുകളിലെല്ലാം തേയിലത്തോട്ടങ്ങളാണ്. നമ്മളിനി കയറി കുറച്ച് മുകളിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാട് പോകണം. നമ്മൾ നല്ല ഉയരത്തിൽ ഇനി കയറി വന്നു, ഒരുപാട് ഇനി കയറി വന്നു. റോഡത്ര പോരാ, ചെറിയ കട്ടറൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് വഴിയാണ് തോന്നുന്നു. ഇല്ലാത്ത റോഡ് ഇതെല്ലാം തേയിലത്തോട്ടങ്ങളൊക്കെ. തേയിലത്തോട്ടം ഇവിടെ നിന്ന് അകത്തോട്ടാണ് തേയിലത്തോട്ടങ്ങൾ. ചില ആൾക്കാർ ഇവിടം വരെ വന്നിട്ട് ഇതൊക്കെ കാണിക്കും. പക്ഷേ നമ്മൾ ഇതിനകത്തോട്ടാണ് തേയിലപ്പാടങ്ങളുള്ളത്. അതിനകത്ത് കയറാൻ പറ്റും, നമുക്ക് അവിടെയൊക്കെ കറങ്ങാം. അത് ഇതിനകത്ത് പാസ് എടുക്കണം, നോക്കാം, നമുക്ക് എന്താണെന്ന് നോക്കാം. കിട്ടിയാണെങ്കിൽ നമുക്ക് അതിനകത്തോട്ടൊക്കെ കയറി കറങ്ങാം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിലെ തന്നെ തിരിച്ചു വരേണ്ടി വരും. വന്നപ്പോൾ കേട്ടോ, ആന ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ചേട്ടന്മാർ ഇവിടെ അങ്ങനെ പേടിച്ചിരിക്കുകയാണ്. കൊല്ലം. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറിപ്പോയില്ല. അവിടെ നിന്ന് വന്ന 2 വണ്ടിക്കാർ പറഞ്ഞ് ആനയുണ്ട്, ആന അങ്ങോട്ടാണ്ട് ഇറങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്. എന്തായാലും നോക്കാം. ഇവിടെയും കാണുന്നില്ല, കുറച്ച് മുമ്പോട്ട് പോകണമായിരിക്കും. ഇവിടെ ഒരു ചെറിയ പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടന്മാർ പോകാനായിട്ട് വന്നതാണ്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അമ്പനാട് ഹിൽസിൽ പോണ വഴി ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് 2 വണ്ടിക്കാർ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു ആനയുണ്ടെന്ന്. നിങ്ങളെവിടെ നിന്നാ? തെങ്കാശി. ഞാൻ ഇനി തെങ്കാശിയിലോട്ടാണ്. പുള്ളിക്കാരൻ പറഞ്ഞത് ഇവിടെ നിന്ന് താഴോട്ട് പോയെന്നാണ് പറഞ്ഞത്. ഇനി ഇതിൻ്റെ മുകളിലാണോ എന്ന് എനിക്കറിയത്തില്ല. അതിവിടെ മൊത്തം ആനപ്പിണ്ടമാണ്. ഞാൻ ഈ വണ്ടി വെച്ചിരിക്കുന്നിടത്തെല്ലാം ആനപ്പിണ്ടമാണ്. ഇത് ഫ്രഷല്ലാണ്, ഇത് 2 ദിവസത്തിന് മുമ്പുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും പതുക്കെ കയറി പോവാം. വേറെ വഴിയൊന്നുമില്ല, തിരിച്ചു തന്നെ അല്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ മുകളിലെല്ലാം നമ്മൾ ഈ പറഞ്ഞ കണക്ക് തേയിലയുടെ കൃഷിയുടെ തേയിലപ്പാടം തന്നെ. മുകളിൽ മൊത്തം തേയിലപ്പാടമാണ്. കണ്ടത് ഇവിടെ വെച്ചാണ് കേട്ടോ. ആന പോയിന്ന് ഒന്ന് കയറി. അപ്പോൾ അതുകൊണ്ട് അതേകണക്ക് ഈറയെല്ലാം എന്താണ്ട് ഇവിടെ ഈറയെല്ലാം എന്തുകൊണ്ട് റോഡ് ചവിട്ടി ഓടിച്ചിട്ടിരിക്കുകയാണ്. ഇതിലേക്കൂടെ കയറി പോകും. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. ചെറുതല്ല, അത്യാവശ്യം വലിയൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ കാട്ടിനകത്തോട്ടുള്ള വെള്ളച്ചാട്ടമാണ് അത്. ഏതാണ്ട് ഇത് കണ്ടോ, ഇതിലേക്കൂടെ ആന ഇവിടെ വന്ന് തീറ്റി എടുത്തിട്ട് പോയിട്ടുണ്ട് ആന. എന്തായാലും നിൽക്കണ്ട, നമുക്കും പോകാം. അവിടെ നിന്ന് മുമ്പിലും എല്ലാം വന്ന് പാടാ. പെട്ടെന്ന് വളയുന്ന വണ്ടിയൊന്നുമല്ല നമ്മളെ ഇരിക്കുന്നത്. എന്തായാലും പോകാം. പിടിച്ചാൽ പോകണം കേട്ടോ. അവരും പറഞ്ഞ് മുകളിൽ എവിടെ ഉണ്ട് ആന വീണ്ടും നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. വന്നിട്ടുണ്ട് അവർ പറഞ്ഞ് മുകളിലോട്ട് ഇതാണ് ആന നിൽക്കുന്നതെന്ന് പറഞ്ഞു. എന്തായാലും നോക്കിപ്പോവാം. ഇവിടെ നിന്ന് മുങ്ങാം. ശരിയാകത്തില്ല അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ആ ചേട്ടൻ ആ ബൈക്കിൽ പോയ ചേട്ടൻ പറഞ്ഞതാണ്ട് ഇവിടെ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. ആന നമ്മൾ കണ്ടേന്നുമില്ല ആന. ഇവിടെ ഉണ്ട് ഈ കെട്ടിൻ്റെ അടുത്ത് നിൽക്കുന്നത്, ഈ ഷെഡിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത് അവർ വിളിക്കാരെ. ഇനി നമ്മൾ കുറച്ചും കൂടെ കയറി പോകണം. എൻ്റെ അമ്പനാട് ഹിൽസിലോട്ട് പോകണം. ഇനി നമ്മൾ കുറച്ചും കൂടെ കയറി പോകണം. അപ്പോൾ ആനയെ കാണാൻ പറ്റിയില്ല. ആനയെ കാണാതിരിക്കുന്നതന്നെ വൃത്തി. ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല. വണ്ടിയായിട്ട് പെട്ടെന്ന് നമുക്ക് പോകാനൊന്നും പറ്റത്തില്ല. താഴോട്ടൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാം, പെട്ടെന്ന് കയറി വരത്തില്ല അത്. സ്ഥലത്താണ് ആന നിന്നത്. നമ്മളവിടെ നിന്ന് കയറി ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ നിന്നേന്ന് പറഞ്ഞു. പിന്നെ ഒരു 2 ചേട്ടന്മാർ പറഞ്ഞു ഇവിടെ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ കാണിച്ച സ്ഥലത്ത് ആനയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്നപ്പോൾ അതില്ല, അത് പോയെന്ന് തോന്നുന്നു. ഇതാണ് സംഭവം. ഈ കെട്ടിൻ്റെ അടുത്തെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആയിരിക്കും, ഇവിടെയാണ് നിന്നെന്ന് പറഞ്ഞത്. കെട്ടെന്നോ ഷെഡെന്നോ എന്തോ പറഞ്ഞത്.
ഇതെന്തായാലും ആനയില്ല. അപ്പോൾ എല്ലാവരും ഇതണക്ക് ആന പേടിച്ച് ഇറങ്ങി വരിക കേട്ടോ. ഓരോരുത്തർ സിഗ്നൽ കൊടുക്കും വരുന്ന വഴിക്ക് ആനയുണ്ടെന്ന്. അപ്പോൾ അയാളും ഇതേണക്ക് ആനയുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു ഇത്. മുകളിൽ നിന്ന് നമുക്ക് ആനയെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. അവിടെ നിന്നും കണ്ടെങ്കിൽ ആനയെ 2 വഴക്ക് പറയായിരുന്നു. ഇപ്പം ബാക്കിലും 2 കണ്ണുള്ളതാണൊക്കെ നിൽക്കുന്നത്. കേട്ടോ ഇപ്പോൾ ചെറുതായിട്ട് മഴയുടെ ഒരു കോള് കണക്ക് വരുന്നുണ്ട്. അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അമ്പനാട് ഹിൽസിലോട്ട് പോകുന്നവരാണ് തോന്നുന്നു. അവിടെ ആരും വരത്തില്ല. അവിടെ പോകാനേ വരത്തുള്ളൂ ആൾക്കാർ. നല്ലതാണ് കേട്ടോ. ഞാൻ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് വന്നതാണ്. ഫോട്ടോ എല്ലാം ഒരു ബാഗ് വെച്ചു. അവിടെ വന്നപ്പോൾ നല്ല ചൂടായിരുന്നു. തിരിച്ച് നമ്മൾ എല്ലാം ഒരു ബാഗിലോട്ട് വെച്ച്. ആനയെ കാണാൻ പറ്റില്ല. ആന കാട്ടിലോട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. ആനയെ കണ്ടാൽ ഭാഗ്യമുണ്ട്. കാറ്റ് എടുത്തില്ലേ കൊള്ളാം. ഇവിടെയൊക്കെ റോഡൊക്കെ മോശമായിട്ട് കിടക്കുകയാണ്. മൊത്തം റോഡ് പുതിയൊക്കെ ആയിട്ട് കിടക്കുക. ആനയും കരടിയും പുലിയൊക്കെ ഉണ്ട്. എന്തായാലും ഇതൊന്നും നമ്മളെ മുമ്പിൽ വരുന്നില്ല. ഇവിടെ നാളെ വന്നപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കരടിയൊക്കെ ഉണ്ടെന്ന്. കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ ആനയെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു വന്നപ്പോഴത്തേക്ക് ഒരു കുറുക്കനെ എതിനേണ്ടതിനെ കണ്ട്. പിന്നെ മയിലിനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആന ഒരുപാടുള്ള ഏരിയ കേട്ടോ. ആന ഇഷ്ടം പോലെ ഉണ്ട്. ആന കരടി പുലിയൊക്കെ ഉണ്ട്. നമ്മൾ ആന കണക്ക് ഈ റോഡൊക്കെ മോശം കേട്ടോ. റോഡ് മൊത്തം കുഴിയായിട്ട് കിടക്കാൻ. ഇപ്പം നമ്മൾ ഒരുപാട് ഉയരത്തിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പൊന്നുള്ളിലൊക്കെ പോകണത് നല്ല ഉയരത്തിലായിരുന്നു. കാട്ടിലോട്ട് കയറുന്തോറും ഇരുട്ടി അടച്ച് കിടക്കുകയല്ലോ. മഴയുടെ ഒരു പൊള്ളണം. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. എല്ലായിടവും